ഹലോ, അക്കാദമീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാള സിനിമയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മലയാള സിനിമയുടെ ആരംഭം എങ്ങനെയാണെന്നും ഇന്ന് ഏത് ലെവലിൽ വരെ എത്തി നിൽക്കുന്നു എന്നും മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ള ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാത്ത, അല്ലെങ്കിൽ മലയാള സിനിമ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടുന്നത് ആരിൽ നിന്നാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, JC ഡാനിയൽ. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ മലയാള സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്, അല്ലെ? മലയാള സിനിമയുടെ പിതാവ് എന്നാണ് ആര് അറിയപ്പെടുന്നത്? JC ഡാനിയൽ അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ. JC ഡാനിയലിന്റെ സംവിധാനത്തിൽ 1920 സോറി JC ഡാനിയലിന്റെ സംവിധാനത്തിൽ 1928 തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശനത്തിന് വന്ന ആദ്യത്തെ മലയാള സിനിമയാണ് വിഗതകുമാരൻ എന്ന് പറയുന്നത്. ഓക്കെ, വിഗതകുമാരൻ പ്രൊഡ്യൂസ് ചെയ്തത് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് ആണ്. ഓക്കെ, വിഗതകുമാരൻ എന്നുള്ള ഈ ഒരു ഇത് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് ആണ്. ഈ ഒരു സ്റ്റുഡിയോ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക, സിനിമ എടുത്തത്. വിഗതകുമാരൻ എന്നുള്ള സിനിമ ആരെടുത്തത്? JC ഡാനിയൽ എടുത്തത്. ഓക്കെ, JC ഡാനിയൽ സ്ഥാപിച്ച സ്റ്റുഡിയോ ആണ് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് JC ഡാനിയൽ. മലയാള സിനിമയുടെ തുടക്കത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ്. 1933 മാർത്താണ്ഡവർമ്മ എന്നുള്ള സിനിമ വന്നത്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമയാണ് എന്ത്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ നോവൽ, അതായത് ഒരു ചരിത്ര നോവലിനെ ആസ്പദമാക്കി വന്ന ആദ്യത്തെ മലയാള സിനിമയാണ് മാർത്താണ്ഡവർമ്മ. ആരാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്? PV റാവു ആണ് ഈ ഒരു മാർത്താണ്ഡവർമ്മ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത്. ഡയറക്ടറാണ് PV റാവു എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ നോവൽ എഴുതിയത് ആരാണ്? CV രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എന്നുള്ള നോവൽ എഴുതിയത്. അപ്പൊ മാർത്താണ്ഡവർമ്മ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് PV റാവു ആണ്. ആ ഒരു നോവൽ എഴുതിയത് CV രാമൻപിള്ളയാണ്. ഓക്കെ, ഈ ഒരു എന്താ പറയുക, കോടതി വിധിയിലൂടെ പ്രദർശനം നിർത്തിവെപ്പിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ, കോടതി വിധിയിലൂടെ എന്താ പറയുക, സ്ക്രീനിങ് നിർത്തിവെച്ച മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് മാർത്താണ്ഡവർമ്മ എന്നുള്ള സിനിമയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പൊ അത് ക്ലിയർ ആയി. അടുത്തത് ബാലൻ എന്നുള്ള സിനിമ എന്താണ്? മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രമാണ് അല്ലെ ബാലൻ. 1938 ബാലൻ എന്നുള്ള സിനിമ പുറത്തിറങ്ങിയത്. സംവിധാനം ചെയ്തത് എസ് നൊട്ടാണിയാണ് ബാലൻ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത്. അതില് പാട്ടുകളും തിരക്കഥയും ഗാനങ്ങളും രചിച്ചത് ആരായിരുന്നു? മുതുകുളം രാഘവൻ പിള്ള. ഓക്കെ, മുതുകുളം രാഘവൻ പിള്ളയാണ് ബാലൻ എന്നുള്ള സിനിമയിലെ തിരക്കഥയും ഗാനങ്ങളും രചിച്ചത്. ഓക്കെ, മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രമാണ് ജ്ഞാനാംബിക. 1940 പുറത്തിറങ്ങിയ ജ്ഞാനാംബികയാണ് മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രം എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിട്ടുള്ള സിനിമ ഏതായിരുന്നു? ജീവിത നൗക. 1951 റിലീസ് ചെയ്ത ജീവിത നൗകയാണ് മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ എന്ന് പറയുന്നത്. K. വെമ്പു ആണ് അത് സംവിധാനം ചെയ്തത്. K. വെമ്പു ആണ് ജീവിത നൗകയുടെ സംവിധായകൻ. ഓക്കെ അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നോക്കാം. നമുക്കിനി കുറച്ച് കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രം ഏതായിരുന്നു? ഗുരു. മോഹൻലാലിന്റെ ഗുരു ആണ് മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് ഓസ്കാർ നോമിനേഷനിലേക്ക് പോയ ചിത്രം എന്ന് പറയുന്നത്. ഇനി അടുത്തത് തച്ചോളി അമ്പു എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? നവോദയ അപ്പച്ചനാണ്. എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത? മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പിക് ചിത്രമായിരുന്നു തച്ചോളി അമ്പു എന്ന് പറയുന്നത്. 1978 ഈ ഒരു ചിത്രം റിലീസായത്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പിക് ചിത്രമാണ് എന്ത്? തച്ചോളി അമ്പു എന്ന് പറയുന്നത്. അതെന്താണ്?
സംവിധാനം ചെയ്തത് നവോദയ അപ്പച്ചനാണ്. ഓക്കെ, അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ഏതാണ്? ഉദയ സ്റ്റുഡിയോ ആണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പറയാട്ടോ. ഉദയ സ്റ്റുഡിയോയിൽ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ മലയാള സിനിമ വെള്ളി നക്ഷത്രമാണ്. ഓക്കെ, പൃഥ്വിരാജിന്റെ വെള്ളി നക്ഷത്രമല്ല, പഴയ വെള്ളി നക്ഷത്രം. ഉദയ സ്റ്റുഡിയോയിൽ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ മലയാള സിനിമയാണ് വെള്ളി നക്ഷത്രം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അടുത്തത്, ദ ഫിലിം ഹെയിൽഡ് ആസ് ദ ഫസ്റ്റ് റിയലിസ്റ്റിക് ഫിലിം ഇൻ മലയാളം. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചലച്ചിത്രമായിട്ട് പറയുന്നത് 1955 റിലീസ് ചെയ്ത പി രാമദാസിന്റെ സംവിധാനത്തിലും രചനയിലും പുറത്തിറങ്ങിയ ന്യൂസ് പേപ്പർ ബോയ് ആണ് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ഫിലിമായിട്ട് കണക്കാക്കപ്പെടുന്നത്. 1955 പി രാമദാസിന്റെ സംവിധാനത്തിലും രചനയിലും പുറത്തിറങ്ങിയ ന്യൂസ് പേപ്പർ ബോയ് ആണ് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, മലയാളം പോയം ഓഫ് ദ സെയിം നെയിം വാസ് മെയ്ഡ് ഇൻ ടു എ ഫിലിം ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ഒരു മലയാള കവിത അതേ പേരിൽ തന്നെ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയായിട്ട് ഇറങ്ങി. ഏതായിരുന്നു അതെന്നാ ചോദിക്കണേ? ചങ്ങമ്പുഴയുടെ രമണൻ. ചങ്ങമ്പുഴയുടെ രമണൻ എന്താണ്? രമണൻ എന്നുള്ളത് കവിതയുടെ പേരാണ്. അത് അതേപോലെ തന്നെയാണ് സിനിമയായിട്ടും ഇറങ്ങിയത്. ഓക്കെ, the French novel that served as the basis for the film 70mm 1982 പടയോട്ടം. എന്താ പറയുന്നത്? മലയാളത്തിലെ ആദ്യത്തെ 70mm സിനിമയായിട്ടുള്ള 1982 പുറത്തിറങ്ങിയ പടയോട്ടമാണ് മലയാളത്തിലെ ആദ്യത്തെ എന്താ പറയുന്നത് 70mm ചലച്ചിത്രം. അത് ഒരു ഫ്രഞ്ച് നോവലിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു. ഏതാണ് ആ ഫ്രഞ്ച് നോവൽ എന്നാണ് പറയുന്നത്? അലക്സാണ്ടർ ഡ്യൂമാസിന്റെ ദ കൗണ്ട് ഓഫ് മൗണ്ടി ക്രിസ്റ്റോ. ഓക്കെ, ദ കൗണ്ട് ഓഫ് മൗണ്ടി ക്രിസ്റ്റോ എന്നുള്ള ഫ്രഞ്ച് നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഏത് ചിത്രം പുറത്തിറങ്ങിയത്? 1982 പടയോട്ടം എന്ന ചിത്രം പുറത്തിറങ്ങിയത്. മലയാളത്തിലെ ആദ്യത്തെ 70mm ചലച്ചിത്രമായിരുന്നു പടയോട്ടം. ഓക്കെ, അപ്പൊ ഒരു സിനിമയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കുക കേട്ടോ. അടുത്തത്, മലയാളം ഫിലിം ദാറ്റ് വൺ ആൻ അവാർഡ് ഫ്രം ദ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആദ്യമായിട്ടൊരു അവാർഡ് ലഭിച്ച മലയാള സിനിമ ഏതായിരുന്നു? എലിപ്പത്തായം. 1981 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത എലിപ്പത്തായമായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അവാർഡ് ലഭിച്ച മലയാള ചലച്ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യത്തെ ചലച്ചിത്രം ഏതായിരുന്നു? 1972 പുറത്തിറങ്ങിയ സ്വയംവരമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ ചലച്ചിത്രം. അതിനകത്ത് തന്നെ എന്താണ്, അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്വയംവരത്തിലെ അഭിനയത്തിന് ഒരുപാട്, അല്ലെങ്കിൽ സ്വയംവരം എന്നുള്ള ചിത്രത്തിന് ഒരുപാട് ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന അവാർഡുകളുടെ സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്വയംവരം എന്താ പറയുക, മികച്ച ചലച്ചിത്രമായിരുന്നു. മികച്ച നടി ആരായിരുന്നു? സ്വയംവരത്തിൽ അഭിനയിച്ച ശാരദയായിരുന്നു മികച്ച നടി. അങ്ങനെ ഒരുപാട് അവാർഡുകൾ 1972 ഈ ഒരു ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫ്രാൻസിലെ ഒരു എന്താ പറയുക, ഒരു പ്രമുഖമായിട്ടുള്ള ഒരു അവാർഡാണ് ലീജിയൺ ഓഫ് ഓണർ. ഫ്രാൻസിന്റെ പ്രധാനമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്ഥാനമാണ് ലീജിയൺ ഓഫ് ഓണർ. അത് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് അത് ലഭിച്ചത്. ഓക്കെ, ഫ്രാൻസിന്റെ ലീജിയൺ ഓഫ് ഓണർ എന്നുള്ള പുരസ്കാരം ലഭിച്ച മലയാള സംവിധായകനാണ് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇനി മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്നുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ഫിലിം സംവിധാനം ചെയ്തത് ആരാണ്? ജിജോ ആണ് സംവിധാനം ചെയ്തത്. 1984 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. ഓക്കെ, 1984 ജിജോയുടെ സംവിധാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയായിട്ടുള്ള മൈ ഡിയർ കുട്ടിച്ചാത്തൻ പുറത്തിറങ്ങിയത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ചിത്രമാണ് ഷാജി എൻ കരുണിന്റെ പിറവി. ഓക്കെ, മലയാളത്തിൽ ഏറ്റവും അധികം അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് ഷാജി എൻ കരുണിന്റെ പിറവി എന്നുള്ള സിനിമയ്ക്കാണ്. നൈറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലെറ്റേഴ്സ് എന്നുള്ള ഫ്രാൻസിലെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഷാജി എൻ കരുണിനാണ് ആ ഒരു അവാർഡ് ലഭിച്ചത്. എന്താണ്? ഫ്രഞ്ച് സർക്കാരിന്റെ നൈറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലൈറ്റ്സ് എന്നുള്ള പുരസ്കാരം നേടിയ മലയാള സംവിധായകനാണ് ആര്? ഷാജി എൻ കരുൺ. ഓക്കെ,
അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ അടുത്തായിരുന്നു അദ്ദേഹം മരണപ്പെടുന്നത്. മലയാളം ഫിലിം മെയ്ഡ് ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദ മലബാർ റെബല്യൻ. എന്താ ചോദിച്ചത്? അതായത് മലബാർ ലഹള അല്ലെ, മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ആസ്പദമാക്കി അതിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച മലയാള സിനിമയാണ് IV ശശിയുടെ സംവിധാനത്തിൽ വന്ന 1921. എന്താണ്? മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച മലയാള ചലച്ചിത്രമാണ് 1921. അതിന്റെ സംവിധായകൻ ആരായിരുന്നു? IV ശശിയാണ് ആ സിനിമയുടെ സംവിധായകൻ. ഓക്കെ. A poem by the great poet Kumaranashan was screened as a film of the same name, its name being Karuna. അതായത് കുമാരനാശാന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് കരുണ എന്നുള്ളത് അല്ലെ. അതേ പേരിൽ തന്നെ അത് എന്താക്കിയിട്ടുണ്ട്? ഒരു സിനിമയാക്കിയിട്ട് നമ്മൾ കണ്ടിരുന്നു. ആ സിനിമ സംവിധാനം ചെയ്തത് ആരായിരുന്നു? K. തങ്കപ്പനാണ് ഈ കരുണ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത്. ഓക്കെ. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ദ ഫേമസ് പോയറ്റ് G. ശങ്കരക്കുറുപ്പ് റോട്ട് ദ ലിറിക്സ് ഫോർ ദ ഫിലിം നിർമ്മല വിച്ച് വാസ് റിലീസ്ഡ് ഇൻ 1948. 1948 പുറത്തിറങ്ങിയ നിർമ്മല എന്നുള്ള സിനിമയിലെ ഗാനങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ രചിച്ചത് G. ശങ്കരക്കുറുപ്പായിരുന്നു. ഓക്കെ. പ്രസിദ്ധ കവിയായിട്ടുള്ള G. ശങ്കരക്കുറുപ്പാണ് 1948 പുറത്തിറങ്ങിയ നിർമ്മല എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയുള്ള ഗാനങ്ങൾ രചിച്ചത്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, The script of the film Neelakuyil, directed by Ramu Karyat and P. Bhaskaran, is written by Urup. നീലക്കുയിൽ എന്നുള്ള സിനിമ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നീലക്കുയിൽ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? രാമു കാര്യാട്ടും P. ഭാസ്കരനുമാണ് നീലക്കുയിൽ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത്. അതിന്റെ തിരക്കഥ ആരുടേതായിരുന്നു? ഉറൂബിന്റേതായിരുന്നു അതിന്റെ തിരക്കഥ. ഓക്കെ. അടുത്തത്, ദ ഫസ്റ്റ് മലയാളം ഫിലിം ടു വിൻ ദ ഭരത് അവാർഡ്. മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് ഭരത് അവാർഡ് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണെന്നാണ് ചോദിക്കുന്നത്. MT വാസുദേവൻ നായരുടെ സംവിധാനത്തിലും രചനയിലും വന്ന നിർമാല്യമാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി ഭരത് അവാർഡ് നേടുന്ന സിനിമ. ഓക്കെ. ഇനി, ദ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഫിലിം ടു വിൻ ദ പ്രസിഡന്റ്സ് ഗോൾഡ് മെഡൽ. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ മൂവിയാണ് രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന് പറയുന്നത്. ഓക്കെ. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീനാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ചലച്ചിത്രം. ഓക്കെ. ക്ലിയർ ആയില്ലേ? അടുത്തത്, ഇത് കുറെ ഫാക്ടുകളാണ് കേട്ടോ. നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കുറെ എക്സാംസിന് നമ്മൾ കണ്ടുവരുന്ന കുറച്ചധികം ഫാക്ടുകളെയാണ് നമ്മളിവിടെ പോയിന്റ് ആക്കിയിട്ട് നോക്കുന്നത്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. The film that won Aravindan the first national award for best director was Kanchana Sita. അരവിന്ദന് ആദ്യമായിട്ട് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് കാഞ്ചന സീത എന്നുള്ള സിനിമയാണ്. ഓക്കെ. അപ്പൊ കാഞ്ചന സീത എന്നുള്ള സിനിമ G. അരവിന്ദനാണ് സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിന് ആദ്യത്തെ നാഷണൽ അവാർഡ് ലഭിക്കുന്നത് കാഞ്ചന സീതയുടെ സംവിധാനത്തിലാണ്. ഓക്കെ. നെടുമുടി വേണു സംവിധാനം ചെയ്ത സിനിമയാണ് പൂരം. നെടുമുടി വേണു സംവിധാനം ചെയ്ത സിനിമയാണ് പൂരം. ഇനി, ഭരത് ഗോപി സംവിധാനം ചെയ്ത സിനിമയാണ് ഉത്സവപ്പിറ്റേന്ന് ആര് സംവിധാനം ചെയ്തതാണ്? ഭരത് ഗോപി സംവിധാനം ചെയ്ത സിനിമയാണ്. ഓക്കെ. ഭരത് ഗോപി ആരാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു തരുന്നത് കുറച്ച് ഒരു എന്താ പറയാ, നമുക്കിപ്പം കുറച്ച് ഈ ഒരു കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രസതന്ത്രം ഫിലിമില് മോഹൻലാലിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഭരത് ഗോപി. അദ്ദേഹം ഒരു നാഷണൽ അവാർഡ് വിന്നർ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു സിനിമയുടെ പേരിൽ മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരുപാട് സിനിമകളിൽ നായകനായിട്ടും പ്രതിനായകനായിട്ടും ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള മികച്ചൊരു നടനാണ് ഭരത് ഗോപി എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ നടനും കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള മുരളി ഗോപിയുടെ പിതാവാണ് ഭരത് ഗോപി. ഓക്കെ.
ദ ഫസ്റ്റ് ഫിലിം സ്ക്രിപ്റ്റഡ് ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യമായിട്ട് തിരക്കഥ എഴുതിയ സിനിമയാണ് ഭാർഗവീ നിലയം. അദ്ദേഹത്തിന്റെ തന്നെ നീലവെളിച്ചം എന്നുള്ള കഥയെ ആസ്പദമാക്കിയിട്ടാണ് എ വിൻസെന്റ് ഭാർഗവീ നിലയം എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത്. അതിന്റെ തിരക്കഥ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്തത് 24 മണിക്കൂറിനുള്ളിൽ ഷൂട്ട് ചെയ്ത ഒരു മലയാളം മൂവിയാണ് മോഹൻലാൽ നായകനായ ഭഗവാൻ എന്നുള്ള സിനിമ. ഓക്കെ, അപ്പൊ ഈ സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ TV-യിലൊക്കെ വന്നപ്പം കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിനിമയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് ഷോട്ട് ചെയ്ത എന്താ പറയുക, ചിത്രീകരിച്ച സിനിമയാണ് ഭഗവാൻ എന്നുള്ളത്. ഓക്കെ, ആ ഒരു ടൈറ്റിലിൽ തന്നെ ആയിരുന്നു ആ സിനിമ പുറത്തിറങ്ങിയത്. എ ഫേമസ് മലയാളം ഫിലിം ദാറ്റ് ഡിഡ് നോട്ട് ഫീച്ചർ എ സിംഗിൾ വുമൺ. ഒരു സ്ത്രീ കഥാപാത്രവും ഇല്ലാതെ വളരെയധികം പ്രസിദ്ധി ആർജിച്ച സിനിമയാണ് മതിലുകൾ. അടൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ വന്ന മമ്മൂട്ടി നായകനായിട്ടുള്ള മതിലുകൾ എന്നുള്ള സിനിമ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിനെ ആസ്പദമാക്കി ചിത്രീകരിച്ചതാണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൽ ഒരു സ്ത്രീ കഥാപാത്രം പോലും ഇല്ല. പിന്നെ എന്ത് മാത്രമാണുള്ളത്? KPSC ലളിതയുടെ ഒരു വോയിസ് ഓവർ മാത്രമാണ്, മതിലിനപ്പുറത്ത് നിൽക്കുന്ന ഒരു വോയിസ് ഓവർ മാത്രമാണ് നമുക്ക് ആ സിനിമയിൽ ഉടനീളം കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സ്ത്രീ ശബ്ദത്തിന് പുറകിൽ KPSC ലളിതയാണ്. അതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. The first Malayalam film to be presented as a single film by combining 3 different films. അതായത് 3 രീതിയിലുള്ള അല്ലെങ്കിൽ 3 പലതരത്തിലുള്ള 3 ചിത്രങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു സിംഗിൾ സിനിമയായിട്ട് പ്രസന്റ് ചെയ്ത ആദ്യത്തെ മലയാളം സിനിമയാണ് ചിത്രമേള. അതിനുശേഷം നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ ഒരുപാടെണ്ണം കണ്ടു അല്ലെ. എങ്ങനത്തെ നമ്മൾ കുറേ ആ ഒരു എനിക്കത് നമ്മുടെ ഈ ഒരു ആരുടെയാണെന്നറിയോ, ഒരു കുള്ളന്റെ ഭാര്യ, അങ്ങനെ ഒരെണ്ണം, അങ്ങനെ ഒരു ദുൽഖറിന്റെ ഒക്കെ ഉള്ള ആ ഒരു സിനിമയും പിന്നെ അതിനകത്ത് തന്നെ കുറച്ചെണ്ണം ഉണ്ടായിരുന്നില്ലേ, എനിക്ക് ആ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഥകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫിലിമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പൊ അതിനകത്ത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ നായികയായിട്ട് വന്നിട്ടുള്ള അന്ന് എന്താ പറയാ ബാലതാരമായിട്ടുള്ള ഒരു നടിയുടെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അത് അനിക സുരേന്ദ്രൻ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അവരൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ ഒരു 3-4 മൂവികൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള അഞ്ച് സുന്ദരികളും ഞാനും, അങ്ങനെ ആയിരുന്നോ ആ സിനിമയുടെ പേര്? എനിക്കറിയില്ല ഏതാണ് സിനിമ എന്നുള്ള കാര്യം. ഞാൻ ഒന്ന് വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം. ഞാനത് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് നോക്കാനായിട്ട് മറന്നുപോയി. 5 സുന്ദരികൾ. ഓക്കെ, 5 സുന്ദരികൾ എന്നുള്ള സിനിമയിൽ എങ്ങനെയായിരുന്നു? 5 കഥകളായിരുന്നു അല്ലെ. 5 പല പല കഥകൾ എന്ത് ചെയ്യാണ്, കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരൊറ്റ സിനിമയായിട്ട് വന്നത് അല്ലെ. അതിനകത്ത് 5 ഡയറക്ടർമാരുടെ സിനിമകളായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത്? അതിന്റെ ആദ്യത്തെ രൂപമാണ് എന്ത്, ചിത്രമേള എന്നുള്ള ഈ ഒരു സിനിമ. പല സിനിമകൾ, മൂന്ന് രീതിയിലുള്ള സിനിമകൾ അല്ലെങ്കിൽ 3 കഥ പറയുന്ന സിനിമകളെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സിനിമയാക്കി പുറത്തിറങ്ങിയ ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് ചിത്രമേള. അടുത്തത് അഭയം എന്നുള്ള സിനിമയുണ്ടല്ലോ, 1997 തിരുവനന്തപുരത്ത് നടന്ന കുട്ടികളുടെ ചലച്ചിത്രമേളയില് സ്പെഷ്യൽ അവാർഡ് നേടിയിട്ടുള്ള സിനിമയായിരുന്നു അഭയം എന്ന് പറയുന്നത്. ഓക്കെ, 1997 തിരുവനന്തപുരത്ത് നടന്ന കുട്ടികളുടെ ചലച്ചിത്ര ഫെസ്റ്റിവലിനകത്ത് സ്പെഷ്യൽ അവാർഡ് നേടിയ സിനിമയാണ് അഭയം. ഓക്കെ, അടുത്തത് കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്നുള്ള കഥയെ സിനിമയാക്കിയത് ഏത് ഡയറക്ടറാണ്? KS സേതുമാധവൻ. ഓക്കെ, സത്യൻ മാഷാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സത്യൻ മാഷായിരുന്നു ഓടയിൽ നിന്ന് എന്നുള്ള ഈ ഒരു സിനിമയിലെ നായകൻ. അപ്പം അത് കേശവദേവിന്റെ കഥയാണ് ഓടയിൽ നിന്നും. അതിന് സിനിമയാക്കിയ സംവിധായകനാണ് KS സേതുമാധവൻ. ഇനി P. ഭാസ്കരൻ ആദ്യമായിട്ട് ഗാനരചന നടത്തിയ സിനിമയാണ് ചന്ദ്രിക. P. ഭാസ്കരൻ ആദ്യമായി ഗാനരചന നിർവഹിച്ച സിനിമയാണ് ചന്ദ്രിക. When UNO declared 1975 as the International Year of the Child, a film was made in Malayalam for children.
1975 UNOയുടെ കണക്ക് പ്രകാരം UNO എന്തായിട്ട് പ്രഖ്യാപിച്ചു? അന്തർദേശീയ വർഷമാണ്. എന്ത്? കുട്ടികളുടെ വർഷമായിട്ടാണ്, കുട്ടികളുടെ അന്തർദേശീയ വർഷമായിട്ടാണ് UNO പ്രഖ്യാപിച്ചത് 1975. ആ ഒരു വർഷം മലയാളത്തിൽ കുട്ടികൾക്ക് വേണ്ടി G. അരവിന്ദൻ ഒരു സിനിമ സംവിധാനം ചെയ്തു. അതാണ് കുമ്മാട്ടി. ഓക്കെ, 1975 G. അരവിന്ദൻ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച അല്ലെങ്കിൽ പുറത്തിറക്കിയ ചലച്ചിത്രമാണ് കുമ്മാട്ടി. അത് എന്തിനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്? 75 കുട്ടികളുടെ അന്തർദേശീയ വർഷമായിട്ട് UNO പ്രഖ്യാപിച്ചതിന്റെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, പ്രേം നസീറിന്റെ ആദ്യത്തെ സിനിമ മരുമകളാണ്. പ്രേം നസീർ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ മരുമകളാണ്. മലയാളത്തിൽ ആദ്യമായി ഒരു സ്ത്രീ സംവിധാനം ചെയ്ത സിനിമയാണ് നിഴലാട്ടം. നമ്മുടെ നായിക ഷീലയായിരുന്നു, നിത്യഹരിത നായിക എന്ന് നമ്മൾ പറയുന്ന ഷീലാമ്മയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീ സംവിധായക. അവര് സംവിധാനം ചെയ്ത സിനിമയാണ് നിഴലാട്ടം. ഓക്കെ, ഇനി 1995 കുട്ടികളുടെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മിനി എന്നുള്ള ചിത്രം നിർമ്മിച്ചത് സിനിമോട്ടോഗ്രാഫർ ഛായാഗ്രാഹകനായിട്ടുള്ള മധു ആയിരുന്നു. ഛായാഗ്രാഹകനായിട്ടുള്ള മധു ആണ് 1995 മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മിനി എന്നുള്ള സിനിമ നിർമ്മിച്ചത്. ഓക്കെ, ഇനി ഭരത് അവാർഡ് നേടിയ, അതായത് ആദ്യമായിട്ട് നാഷണൽ അവാർഡാണ് കേട്ടോ. പണ്ട് നാഷണൽ അവാർഡ് ലഭിക്കുന്ന നായകന് ലഭിക്കുന്നത് ഭരത് അവാർഡും നായികയ്ക്ക് ലഭിക്കുന്നത് എന്തായിരുന്നു? ഉർവശി അവാർഡുമായിരുന്നു. പിന്നീടാണ് അത് മാറ്റിയിട്ട് നാഷണൽ അവാർഡ് എന്നുള്ള ഒരൊറ്റ പേരിലേക്ക് മാറിയത്. ഭരത് അവാർഡ് എന്നുള്ളത് ഭരതമുടിയുടെ സ്മരണാർത്ഥവും, ഉർവശി അവാർഡ് എന്നുള്ളത് നർത്തകി ഉർവശി മേനക, അങ്ങനെ പറയില്ലേ, അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് വന്നത് എന്നാണ് എൻ്റെ അറിവ്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പൊ എന്താണ്? ആദ്യമായിട്ട് ഭരത് അവാർഡ് നേടിയ മലയാള നടൻ PJ ആന്റണിയാണ്. 1974 നിർമാല്യം എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഭരത് അവാർഡ് ലഭിച്ചത്. ഓക്കെ, ശബ്ദമിശ്രണത്തിന് ഓസ്കാർ അവാർഡ് നേടിയ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി. സ്ലം ഡോഗ് മില്യണർ എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് ലഭിച്ചത്. ഇതേ സിനിമയ്ക്ക് തന്നെയാണ് AR റഹ്മാന് അവാർഡ് ലഭിച്ചത്, ഓസ്കാർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, അരിമ്പാറ എന്നുള്ള സിനിമയുടെ സംവിധായകനായിട്ടുള്ള മുരളി മേനോൻ, ഈ ഒരു സംവിധായകനാണ് മുരളി മേനോൻ. ഈ ഒരു സിനിമ കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവലിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് അരിമ്പാറ. അത് സംവിധാനം ചെയ്തത് ആരാണ്? മുരളി മേനോനാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മലയാളം ഡയറക്ടർ രാജീവ് അഞ്ചൽ, ഹു റിസീവ്ഡ് ദ ടൈറ്റിൽ ഓഫ് ഷെവലിയർ ഫ്രാൻസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഇൻ 2003. 2003 ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയിട്ടുള്ള, പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയർ പട്ടം ലഭിച്ചത് ആർക്കായിരുന്നു? മലയാളം സംവിധായകനായിട്ടുള്ള രാജീവ് അഞ്ചലിനാണ് ലഭിച്ചത്. ഓക്കെ, 2003 ഫ്രാൻസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയർ എന്നുള്ള പട്ടം ലഭിച്ചത് മലയാള സിനിമാ സംവിധായകനായിട്ടുള്ള രാജീവ് അഞ്ചലിനാണ്. ഓക്കെ, അമ്മ അറിയാൻ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് ജോൺ എബ്രഹാം ആണ്. അമ്മ അറിയാൻ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് ജോൺ എബ്രഹാം ആണ്. ഓളവും തീരവും എന്ന സിനിമ സംവിധാനം ചെയ്തത് TN മേനോൻ ആണ്. ഓളവും തീരവും എന്ന സിനിമ സംവിധാനം ചെയ്തത് TN മേനോൻ ആണ്. ഓക്കെ, അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ DTS ഫിലിമാണ് കാലാപാനി. മലയാളത്തിലെ ആദ്യത്തെ DTS ഫിലിം കാലാപാനിയാണ്. ആദ്യത്തെ സ്റ്റീരിയോഫോണിക് ഫിലിം ഏതായിരുന്നു? മിലേനിയം സ്റ്റാർസ് ആയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ സ്റ്റീരിയോഫോണിക് ഫിലിം. JC ഡാനിയൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് TE വാസുദേവൻ. എന്താ പറയാ, ആദ്യത്തെ JC ഡാനിയൽ അവാർഡ് വിജയി അല്ലെങ്കിൽ ജേതാവാരായിരുന്നു TE വാസുദേവൻ. ബഷീർ ദ മാൻ എന്നുള്ള ബഷീറിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് MA റഹ്മാൻ ആണ്. ഓക്കെ, ബഷീർ ദ മാൻ എന്ന പേരിലുള്ള ബഷീറിന്റെ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് MA റഹ്മാൻ ആയിരുന്നു. ഓക്കെ, അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ കളർ ചലച്ചിത്രം കണ്ടം വച്ച കോട്ട്. 1961 പുറത്തിറങ്ങിയ കണ്ടം വച്ച കോട്ടായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ കളർ ചലച്ചിത്രം.
മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേർഡ് ഫിലിം ആയിരുന്നു മകൾക്ക്. മകൾക്ക് എന്നുള്ള സുരേഷ് ഗോപിയും ശോഭനയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള മകൾക്ക് എന്നുള്ള സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേർഡ് സിനിമ. മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ, നമ്മുടെ ഈ ഒരു ഫിലിമുകൾ മാറി ഡിജിറ്റലിലേക്ക് കടന്നു വന്ന മലയാള സിനിമയുടെ ആദ്യത്തെ സിനിമയാണ് മൂന്നാമതൊരാൾ എന്നുള്ള ആ ഒരു സിനിമയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ മിത്തോളജിക്കൽ ഫിലിം ഏതായിരുന്നു? പ്രഹ്ലാദ. 1941 പുറത്തിറങ്ങിയ പ്രഹ്ലാദയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ മിത്തോളജിക്കൽ സിനിമ. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ സിനിമ ഏതായിരുന്നു? കാലാപാനിയാണ്. ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചലച്ചിത്രം കാലാപാനിയാണ്. ആദ്യത്തെ ഔട്ട്ഡോർ സിനിമ, അതായത് ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യമായിട്ട് പുറത്തു പോയിട്ട് സ്റ്റുഡിയോയുടെ ചുമരുകൾക്കുള്ളിൽ അല്ലാതെ പുറത്തു പോയി ചിത്രീകരിച്ച സിനിമയാണ് ഓളവും തീരവും. അതുകൊണ്ടാണ് ആ ഒരു സിനിമയുടെ സംവിധായകൻ ആരാണ് എന്നുള്ള കാര്യമൊക്കെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ 100 കോടി ക്ലബിൽ കയറിയത് പുലിമുരുകനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 200 കോടി ക്ലബിൽ കയറിയത് ലൂസിഫർ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ എന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി KJ യേശുദാസിനെ ആദ്യമായിട്ട് ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, KJ യേശുദാസിനെ ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പാണ്. ദെൻ യേശുദാസ് ആദ്യമായിട്ട് പിന്നണി ഗാനം ആലപിച്ചത് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, യേശുദാസ് ആദ്യമായിട്ട് പിന്നണി ഗാനം ആലപിച്ചത് കാൽപ്പാടുകൾ എന്നുള്ള ചിത്രത്തിലായിരുന്നു. മലയാള സിനിമയുടെ വാനമ്പാടി അല്ലെങ്കിൽ മലയാളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഗായികയാണ് KS ചിത്ര. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ച അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ഗായികയാണ് KS ചിത്ര. കേരള സ്റ്റേറ്റ് അവാർഡ്, അതായത് കേരള സംസ്ഥാനത്ത് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് തുടർച്ചയായി 11 വർഷം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? KS ചിത്രയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, തുടർച്ചയായി 11 വർഷം കേരള സർക്കാരിന്റെ മികച്ച ഗായിക അവാർഡ് ലഭിച്ചിട്ടുള്ളത് KS ചിത്രയ്ക്കാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 1975 തിരുവനന്തപുരം ആസ്ഥാനമാക്കിയാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത്. എന്താണ് ആദ്യത്തെ ഈ ഒരു കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ 4K തിയേറ്റർ തിരുവനന്തപുരത്തുള്ള ലെനിൻ സിനിമാസ് ആണ്. ഓക്കെ, ഇപ്പോഴത്തെ ചെയർമാൻ ഷാജി എൻ കരുൺ, അദ്ദേഹത്തിന്റെ മരണാനന്തരം വേറെ ചെയർമാൻ ഒന്നും ഇപ്പൊ വന്നിട്ടില്ലെന്നാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണെങ്കിൽ ഒന്ന് തിരുത്തിക്കോളൂ കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എവിടെയും കണ്ടില്ല പുതിയ ചെയർമാൻ മാറിയതായിട്ട്. ആദ്യത്തെ ചെയർമാൻ PRS പിള്ളയായിരുന്നു. അപ്പൊ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യത്തെ ചെയർമാൻ PRS പിള്ളയായിരുന്നു. ഇപ്പോഴത്തെ ചെയർമാൻ ഷാജി എൻ കരുണാണ്. ഓക്കെ, അപ്പൊ അത്രയുമാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കുറിച്ചുള്ളത്. ഇനി കേരള സ്റ്റേറ്റ് ഫിലിം അക്കാദമി, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 1998 തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. 1970 ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു, കരാന്ത കമ്മിറ്റി റിപ്പോർട്ട്. ആ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്കാദമി കേരളത്തിൽ 98 നിലവിൽ വന്നത്. ഓക്കെ, 70 ഈ ഒരു റിപ്പോർട്ട് വന്നാൽ കൂടിയും ഏകദേശം 10-28 വർഷം കഴിഞ്ഞിട്ടാണ് 10-28 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അക്കാദമി നിലവിൽ വന്നത്. ഓക്കെ, ഈ അക്കാദമിയുടെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്താന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാന ഫിലിം അവാർഡ്സുകൾ ഉണ്ടല്ലോ, അതെല്ലാം കൊടുക്കുക, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് കേരളത്തിൽ നടത്തുക. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അല്ലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കാറുള്ളത്. 1996 ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള സ്റ്റേറ്റ് ഫിലിം അക്കാദമി ഓർഗനൈസ് ചെയ്തത്. നവംബർ-ഡിസംബർ മാസങ്ങളിലായിട്ടാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കാറുള്ളത്. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ്? ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള സിനിമകളാണ് ഈ ഒരു ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കാറുള്ളത്. ഇപ്പോഴത്തെ ചെയർമാൻ പ്രേംകുമാർ ആണ്. കേരള സ്റ്റേറ്റ് ഫിലിം അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? പ്രേംകുമാർ ആണ് ഇപ്പോഴത്തെ ചെയർമാൻ. ഓക്കെ, കേരള സ്റ്റേറ്റ് ഫിലിം അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ പ്രേംകുമാർ ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ ചെയർമാൻ ഷാജി എൻ കരുൺ ആയിരുന്നു കേരള ഫിലിം അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നത്. ഓക്കെ, ഇനി സെന്റർ ഫോർ ഇന്റർനാഷണൽ ഫിലിം റിസർച്ച് ആൻഡ് ആർക്കൈവ്സ് എന്നുള്ളത്
കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഭാഗമായിട്ടുള്ള സംഘടനയാണ്. അത് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടാണ് സെന്റർ ഫോർ ഇന്റർനാഷണൽ ഫിലിം റിസർച്ച് ആൻഡ് ആർക്കൈവ്സ് എന്ന പേരിലുള്ള സ്ഥാപനം കേരള ഫിലിം അക്കാദമിയുടെ പേര് നിലവിൽ വന്നത്. The head of the committee appointed by the Kerala government to study the changes in the Malayalam film sector. മലയാള സിനിമ മേഖലയിലെ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് കേരള സർക്കാർ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2014 ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. അടൂർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു ആ കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്നത്. ഓക്കെ, കമ്മിറ്റിയുടെ തലവനായിരുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെ കുറിച്ച് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, എല്ലാ വർഷവും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് നടക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഓരോ വർഷവും ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യമായിട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകിയത് 1969 അന്ന് നേടിയത് ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അല്ലെ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾക്കാണ് അവാർഡും കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ സിനിമ കുമാരസംഭവമായിരുന്നു. ആദ്യത്തെ മികച്ച നടൻ ആരായിരുന്നു? സത്യനായിരുന്നു. ആദ്യത്തെ മികച്ച നടി ഷീലയായിരുന്നു. മികച്ച സംവിധായകൻ എ വിൻസെന്റ്. ഗായകൻ ആരായിരുന്നു? KJ യേശുദാസ്. ഗായിക പി ലീല. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ ആദ്യത്തെ മികച്ച ചലച്ചിത്രം ഏതായിരുന്നു? കുമാരസംഭവമായിരുന്നു. സത്യൻ മാഷ് ആയിരുന്നു മികച്ച നടൻ. ഷീല മികച്ച നടി. എ വിൻസെന്റ് മികച്ച സംവിധായകൻ. പിന്നണി ഗായകൻ യേശുദാസ് ആയിരുന്നു. പിന്നണി ഗായിക പി ലീല. പിന്നെന്താണ്? മികച്ച കഥ ആരുടേതായിരുന്നു? മികച്ച കഥയ്ക്കുള്ള അവാർഡ് കിട്ടിയത് തോപ്പിൽ ബാസിക്കായിരുന്നു. മികച്ച ഗാനരചന വയലാർ രാമവർമ്മയുടേതായിരുന്നു. മികച്ച സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു. മികച്ച രണ്ടാമത്തെ നടൻ കൊട്ടാരക്കര ശ്രീധരൻ നായരായിരുന്നു. മികച്ച രണ്ടാമത്തെ നടി ആരായിരുന്നു? അടൂർ ഭവാനി ആയിരുന്നു മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് വാങ്ങിയത്. ഓക്കെ, അപ്പൊ ഇതാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ആദ്യത്തേത്. ഓക്കെ, ഇത് 1969 തുടങ്ങി 1998 മുതൽ കേരള ചലച്ചിത്ര അക്കാദമിയാണ് ഈ ഒരു അവാർഡുകൾ നിശ്ചയിക്കുന്നതും അവാർഡുകൾ നൽകി വരുന്നതും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമുക്കിനി നോക്കാം. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ഇപ്പോ 2024 നടന്നത്. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളായിരുന്നു. അതിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ് സുകുമാരനാണ്. ആടുജീവിതം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. ഓക്കെ, ഇനി മികച്ച നടി ആരായിരുന്നു? ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന് വേണ്ടി ഊർവശിയും തടവ് എന്ന ചിത്രത്തിന് വേണ്ടി ബീന ആർ ചന്ദ്രനും. ഇവര് രണ്ടുപേരുമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ 2024 മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 കേട്ടോ ഈ ഒരു 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. മികച്ച സംവിധായകൻ ബ്ലസി. ആടുജീവിതമായിരുന്നു സിനിമ. മികച്ച ചിത്രം കാതൽ ദ കോർ. ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടിയും ജ്യോതികയും നായികന്മാരായി വന്നിരുന്ന കാതൽ ദ കോർ എന്നുള്ള സിനിമയായിരുന്നു മികച്ച സിനിമയുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് വന്നത്. മികച്ച രണ്ടാമത്തെ സിനിമ ഇരട്ട. ജോജോ ജോർജ് നായകനായിട്ടുള്ള ഇരട്ടയായിരുന്നു മികച്ച രണ്ടാമത്തെ സിനിമ. രോഹിത് MG കൃഷ്ണനായിരുന്നു അതിന്റെ സംവിധായകൻ. ഇനി ഏറ്റവും ജനപ്രിയമായിട്ടുള്ളതും അതുപോലെ തന്നെ കലാമേന്മയുള്ളതുമായിട്ടുള്ള മികച്ച ചിത്രം, അതിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചത് ആടുജീവിതത്തിനായിരുന്നു. ഓക്കെ, മികച്ച ചിത്രം കാതൽ ദ കോർ ആയിരുന്നു. പക്ഷെ കലാമൂല്യമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ജനപ്രിയമായിട്ടുമുള്ളതുള്ള സ്പെഷ്യൽ അവാർഡ്, ഒരു പ്രത്യേക അവാർഡ് ലഭിച്ചത് ആടുജീവിതം എന്നുള്ള ചിത്രത്തിനായിരുന്നു. മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയരാഘവൻ. പൂക്കാലം എന്ന ചിത്രത്തിന് വേണ്ടി മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയരാഘവനാണ്. മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീഷ്മ ചന്ദ്രനാണ്. പെമ്പളെ ഒരുമൈ എന്നുള്ള ചിത്രത്തിന് വേണ്ടി ശ്രീഷ്മ ചന്ദ്രനാണ് മികച്ച സ്വഭാവ നടിയുടെ അവാർഡ് 2024 ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അടുത്തത് നോക്കാം. മികച്ച ഗാനരചയിതാവ് ആരാണ്? ഹരീഷ് മേനോനാണ്. ചാവേർ എന്നുള്ള സിനിമയിലെ
ചെന്താമര എന്നുള്ള ഗാനത്തിനാണ് ഹരീഷ് മേനോന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത്. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ആണ്. ചാവേർ എന്ന ചിത്രത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു പുരസ്കാരം ലഭിച്ചത്. മികച്ച പശ്ചാത്തല സംഗീതത്തിന് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? മാത്യൂസ് പുള്ളിക്കലാണ്. കാതൽ ദ കോർ എന്നുള്ള സിനിമയുടെ പശ്ചാത്തല സംഗീതം ഒരുക്കിയ മാത്യൂസ് പുള്ളിക്കലാണ് ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച നവാഗത സംവിധായകൻ, ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് മികച്ച നവാഗത സംവിധായകൻ ആരാണ്? തടവ് എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ഫാസിൽ റസാഖ്. ഓക്കെ, തടവ് എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ഫാസിൽ റസാഖ് ആണ് മികച്ച നവാഗത സംവിധായകൻ. മികച്ച ബാലതാരം ആൺകുട്ടികളിൽ മികച്ച ബാലതാരം ആരാണ്? മാസ്റ്റർ അവ്യുക്ത് മേനോൻ. പാച്ചവും അത്ഭുത വിളക്കും എന്നുള്ള സിനിമയിൽ അഭിനയിച്ച മാസ്റ്റർ അവ്യുക്ത് മേനോനാണ് മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച ബാലതാരം പെൺകുട്ടികളുടെ കൂട്ടത്തിൽ തെന്നൽ അഭിലാഷാണ്. ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് തെന്നൽ അഭിലാഷിന് ആ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ. ജനനം 1947, പ്രണയം തുടരുന്നു എന്ന സിനിമയിലെ ഗാനത്തിനാണ് വിദ്യാധരൻ മാസ്റ്റർക്ക് മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ടല്ലോ അല്ലെ. അടുത്തത് മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആൻ ആമിയാണ്. തിങ്കൾ പൂവിൻ എന്ന ഗാനം, പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിലെ തിങ്കൾ പൂവിൻ എന്ന ഗാനത്തിന് ആൻ ആമിക്കാണ് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. വിദ്യാധരൻ മാസ്റ്ററുടേത് ആ പാട്ട് ഏതാണെന്ന് പാതിരാ നേരമെന്നോർത്തൊരു എന്നാണെന്ന് തോന്നുന്നു. ആ പാട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. തിങ്കൾ പൂവിൻ എന്നുള്ള പാട്ട് നമ്മൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഞാനത് പാടിത്തന്ന് കുളമൊന്നും ആക്കണില്ല, നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണ്. ഓക്കെ, അടുത്തത് മികച്ച ഛായാഗ്രാഹകൻ സിനിമോട്ടോഗ്രാഫർ സുനിൽ KS. ആടുജീവിതത്തിന്റെ സിനിമോട്ടോഗ്രാഫർ ആയിട്ടുള്ള സുനിൽ KS ആണ് മികച്ച ഛായാഗ്രാഹകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച ശബ്ദമിശ്രണം സൗണ്ട് മിക്സിങ്ങിന് റസൂൽ പൂക്കുട്ടിയും ശരത് മോഹനുമാണ് ഇത്തവണ അവാർഡിന് അർഹരായിരിക്കുന്നത്. ഇനി സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിരിക്കുന്നത് KR ഗോകുൽ. ആടുജീവിതത്തിലെ ആരായിരുന്നു? ആടുജീവിതത്തിലെ ഹക്കീം അല്ലെ. ആടുജീവിതത്തിലെ ഹക്കീമായിരുന്ന KR ഗോകുലിനാണ് ഇത്തവണ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആർക്കാ കിട്ടിയിരിക്കുന്നത്? കൃഷ്ണം, ജൈവം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള കൃഷ്ണനും സ്പെഷ്യൽ ജൂറി അവാർഡ് ഉണ്ട്. അതുപോലെ തന്നെ കാതൽ ദി കോർ എന്നുള്ള സിനിമയിൽ അഭിനയിച്ച സുധി കോഴിക്കോടിനും സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ജൂറി ചെയർമാൻ ആയിരുന്നത് സുധീർ മിശ്രയായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും അവാർഡുകളാണ് 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ലഭിച്ചിരുന്ന പ്രധാനപ്പെട്ട അവാർഡുകളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 53ാമത്തെ കഴിഞ്ഞ തവണത്തേത് നോക്കാം അല്ലെ. 2023 നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതും കൂടെ ചിലപ്പോ എക്സാമിനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ നോക്കാം. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച മികച്ച നടൻ ആരായിരുന്നു? മമ്മൂട്ടിയായിരുന്നു. നൻപകൽ നേരത്ത് മയക്കം എന്നുള്ള ചിത്രത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച നടി വിൻസി അലോഷ്യസ് ആയിരുന്നു. രേഖ എന്നുള്ള ചിത്രത്തിനായിരുന്നു അവർക്ക് അവാർഡ് കിട്ടിയത്. മികച്ച സംവിധായകൻ ആരാണ്? മഹേഷ് നാരായണൻ. അറിയിപ്പ് എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വന്നിരുന്നത്. മികച്ച ചിത്രം നൻപകൽ നേരത്ത് മയക്കം. സംവിധായകൻ ആരായിരുന്നു? ലിജോ ജോസ് പല്ലിശ്ശേരി ആയിരുന്നു ആ ഒരു സിനിമയുടെ സംവിധായകൻ. ഓക്കെ, അടുത്തത് മികച്ച രണ്ടാമത്തെ ചിത്രം ഏതായിരുന്നു? അടിത്തട്ട്. ജിജോ ആന്റണി സംവിധാനം ചെയ്ത അടിത്തട്ടാണ് മികച്ച രണ്ടാമത്തെ സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെന്താണ്? ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് ലഭിച്ചത് എന്നാ താൻ കേസുകൂട്. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചിട്ടുള്ള എന്നാ താൻ കേസുകൂട് എന്നുള്ള സിനിമയായിരുന്നു മികച്ച ജനപ്രിയവും കലാമേന്മയുമുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് PP കുഞ്ഞികൃഷ്ണനാണ്. നാത്താൻ കേസുകൂട് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച സ്വഭാവ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത്. മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളക്ക എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിന് ദേവി വർമ്മയായിരുന്നു. മികച്ച ഗാനരചയിതാവ് ആരാണ്? റഫീഖ് അഹമ്മദ് ആണ്. തിരമാലയാണു നീ എന്നുള്ള
പാട്ടാണ്. ഏത് സിനിമയിലേതാണ്? വിഡ്ഢികളുടെ മാഷ് എന്നുള്ള ചിത്രത്തിലെ തിരമാലയാണു നീ എന്ന ഗാനത്തിന് റഫീഖ് അഹമ്മദിനാണ് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത്. മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രനാണ്. മയിൽപീലി ഇളകുന്നു കണ്ണ, 19ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ മയിൽപീലി ഇളകുന്നു കണ്ണ എന്നുള്ള ഗാനത്തിനാണ് എം ജയചന്ദ്രന് മികച്ച സംഗീത സംവിധായകനുള്ള 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത്. മികച്ച പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ഡോൺ വിൻസെന്റ് ആണ്. എന്നാ താൻ കേസുകൂട് എന്നുള്ള സിനിമയിലേക്കാണ് അത്. ഓക്കെ, മികച്ച നവാഗത സംവിധായകൻ ആരായിരുന്നു? ഷാഹി കബീർ ആണ്. ഇലവീഴ പൂഞ്ചിറയായിരുന്നു അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം. ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഷാഹി കബീറിന് ലഭിച്ചത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മികച്ച ബാലതാരം മാസ്റ്റർ ഡാവിഞ്ചി. പല്ലുട്ടി എന്ന സിനിമയിലെ അഭിനയത്തിന് മാസ്റ്റർ ഡാവിഞ്ചിക്കാണ് മികച്ച ചൈൽഡ് ആക്ടർ എന്നുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ചൈൽഡ് ആക്ട്രസ് ആരായിരുന്നു? തന്മയ സോൾ ആണ്. വഴക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന് തന്മയ സോൾ ആണ് മികച്ച ബാലതാരം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനത്തെത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത്. മികച്ച പിന്നണി ഗായകൻ ആരാണ്? കപിലനാണ്. പല്ലുട്ടി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് ലഭിച്ചത്. ഏതായിരുന്നു ഗാനം എന്നുള്ളത് ഞാൻ ഇപ്പൊ പറയാം. കനവേ മിഴിയിൽ ഉണരെ എന്നുള്ള ഗാനത്തിനാണ് കപിലന് ആ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച പിന്നണി ഗായിക മൃദുല വാര്യരാണ്. മയിൽപീലി ഇളകുന്നു കണ്ണ, 19ാം നൂറ്റാണ്ടിലെ മയിൽപീലി ഇളകുന്നു കണ്ണ എന്നുള്ള ഗാനത്തിന് മൃദുല വാര്യർക്കാണ് 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച ഛായാഗ്രാഹകൻ ആരായിരുന്നു? മനീഷ് മാധവൻ. ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയുടെ ക്യാമറ ചലിപ്പിച്ച മനീഷ് മാധവനാണ് മികച്ച ഛായാഗ്രാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് JC ഡാനിയൽ അവാർഡ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ JC ഡാനിയൽ. മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിട്ടുള്ള വിഗതകുമാരന്റെ സംവിധായകനാണ് JC ഡാനിയൽ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കേരള സംസ്ഥാന സർക്കാർ 1992 ഏർപ്പെടുത്തിയ ചലച്ചിത്ര പുരസ്കാരമാണ് JC ഡാനിയൽ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, 92 ആദ്യമായിട്ട് JC ഡാനിയൽ അവാർഡ് ലഭിച്ചത് TE വാസുദേവനാണ്. 5 ലക്ഷം രൂപയാണ് JC ഡാനിയൽ അവാർഡ്. TE വാസുദേവനാണ് 92 ആ ഒരു അവാർഡ് ലഭിച്ചത്. 2005 ആറന്മുള പൊന്നമ്മയ്ക്കാണ് അത് ലഭിച്ചത്. JC ഡാനിയൽ അവാർഡ് നേടുന്ന ആദ്യത്തെ വനിതയാണ് ആറന്മുള പൊന്നമ്മ. 2005 അവർക്ക് സംസ്ഥാന സർക്കാർ JC ഡാനിയൽ അവാർഡ് നൽകിയത്. 2020 P ജയചന്ദ്രനായിരുന്നു കിട്ടിയത്. 2021 KP കുമാരനാണ് JC ഡാനിയൽ അവാർഡ് കിട്ടിയത്. 2022 TV ചന്ദ്രന്, 2023 ഷാജി N കരുണിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 ഞാൻ കുറെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, എനിക്ക് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ. ഓക്കെ, 2013 JC ഡാനിയലിന്റെ ജീവിതം ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായി വിനു എബ്രഹാം നിർമ്മിച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു സെല്ലുലോയിഡ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. എഴുതിയതാണ് വിനു എബ്രഹാം എഴുതിയതാണ്. അതിന്റെ നിർമ്മാണം കമലും ഉബൈദും ആയിരുന്നു. ഓക്കെ, അപ്പൊ 2013 JC ഡാനിയലിന്റെ ജീവിതം ആസ്പദമാക്കി കമൽ സംവിധാനം ചെയ്ത് വിനു എബ്രഹാം തിരക്കഥ എഴുതി പൃഥ്വിരാജ് നായകനായി വന്ന സിനിമയായിരുന്നു സെല്ലുലോയിഡ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ സിനിമ നമ്മളിൽ പലരും കണ്ടത് തന്നെ ആയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനിപ്പോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് JC ഡാനിയൽ അവാർഡിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് മലയാള സിനിമയ്ക്ക് ലഭിച്ച ദേശീയ അവാർഡുകളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മലയാള സിനിമ ദേശീയ തലത്തിൽ എന്നും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം അല്ലെ? സോ മലയാള സിനിമയ്ക്ക് ദേശീയ തലത്തിൽ എന്തൊക്കെ അവാർഡുകളാണ് എപ്പോഴൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. 1973 മലയാളത്തിലേക്ക് ആദ്യമായി ഒരു ദേശീയ അവാർഡ് കൊണ്ടുവന്നത് PJ ആന്റണിയാണ്. നിർമാല്യം എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് PJ ആന്റണിക്ക് മികച്ച നടനുള്ള അവാർഡ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. 73 PJ ആന്റണി നിർമാല്യം എന്നുള്ള സിനിമയ്ക്ക്
77 ഗോപി. ഗോപി എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലർക്കും അറിയില്ല, ഭരത് ഗോപി. ഈ ഭരത് എന്നുള്ളത് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ലഭിക്കുന്ന നടന്മാരെ പണ്ട് പറഞ്ഞിരുന്നതാണ് ഭരത് എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ പേരിന് മുന്നിലുള്ള ഭരത് ഗോപി എന്നുള്ളത്. കൊടിയേറ്റം എന്നുള്ള സിനിമയ്ക്കാണ് ഭരത് ഗോപിക്ക് ആ ഒരു ഭരത് അവാർഡ് ലഭിച്ചത് 77. അതിനുശേഷം 80 ബാലൻ കെ നായർക്ക്, ഓപ്പോൾ എന്നുള്ള സിനിമയിലെ അഭിനയത്തിന് ബാലൻ കെ നായർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ദേശീയ തലത്തിൽ മികച്ച നടനായി ബാലൻ കെ നായർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 88 പ്രേംജി, പിറവി എന്ന സിനിമയിലെ അഭിനയത്തിന് പ്രേംജിക്ക് ഈ ഒരു അവാർഡ്, ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 89 മമ്മൂട്ടിക്ക് എന്ത് ലഭിച്ചു? നാഷണൽ അവാർഡ് ലഭിച്ചു, മികച്ച നടനുള്ളത്. ഏതൊക്കെയായിരുന്നു സിനിമകള്? മതിലുകളും ഒരു വടക്കൻ വീരഗാഥ. ഈ 2 സിനിമകളിലെ അഭിനയത്തിനാണ് 89 മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. 91 മോഹൻലാലിന് ഭരതം എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. 93 എഗെയിൻ ആർക്കാണ്? മമ്മൂട്ടിക്ക് പൊന്തന്മാട, വിധേയൻ എന്നുള്ള 2 സിനിമകൾക്കാണ് നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. 93 മമ്മൂട്ടിക്ക് പിന്നെയും എന്ത് ലഭിക്കുന്നത്? നാഷണൽ അവാർഡ്. 2 സിനിമകൾക്ക് വേണ്ടിയാണ്, പൊന്തന്മാട, വിധേയൻ. ഓക്കെ, അപ്പൊ 73 മുതൽ 93 വരെയുള്ള 20 വർഷക്കാലത്തെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. 97 സമാന്തരങ്ങൾ എന്നുള്ള ചിത്രത്തിന് ബാലചന്ദ്ര മേനോൻ മികച്ച നടനായി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 97 തന്നെ സുരേഷ് ഗോപിയും, കളിയാട്ടം എന്നുള്ള ചിത്രത്തിനായി സുരേഷ് ഗോപിക്കും സമാന്തരങ്ങൾ എന്നുള്ള ചിത്രത്തിനായി ബാലചന്ദ്ര മേനോനും 97 മികച്ച നടനായി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 98 എഗെയിൻ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? മമ്മൂട്ടിക്കാണ്. അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ എന്നുള്ള സിനിമയിലെ അഭിനയത്തിന് 98 മമ്മൂട്ടിക്ക് പിന്നെയും എന്ത് ലഭിച്ചു? ദേശീയ പുരസ്കാരം ലഭിച്ചു. 99 വാനപ്രസ്ഥം എന്ന ചിത്രത്തിനായി മോഹൻലാലിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. 2001 നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മുരളി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2010 ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സലീം കുമാറിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2013 പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സുരാജ് വെഞ്ഞാറമൂടാണ് ദേശീയ തലത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പോ 73 മുതൽ 2013 വരെയുള്ള വർഷക്കാലം മലയാളത്തിൽ ഒരുപാട് നടന്മാർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കും അതൊക്കെ തുടരട്ടെ. പല പല നടന്മാര് നമ്മുടെ മലയാള സിനിമയിൽ നിന്നും ഉണ്ടാവട്ടെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇതിവിടെ നിർത്തിയിട്ട് നമ്മൾ എന്തിലേക്ക് പോവുകയാണ്? മികച്ച നടിമാരുടെ ലിസ്റ്റിലേക്ക് പോവുകയാണ്. മികച്ച നടിമാര് വളരെ കുറച്ചു പേർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ ദേശീയ തലത്തില്. 68 ശാരദ. ഓക്കെ, അപ്പോ 73 PJ ആന്റണിക്ക് കിട്ടുന്നതിന് മുൻപേ 68 ശാരദയ്ക്ക്, ഉർവശി ശാരദ എന്നാണ് നമ്മൾ പറയാ അല്ലെ. ശാരദ, തുലാഭാരം എന്ന സിനിമയിലെ അഭിനയത്തിന് 68 ശാരദയ്ക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സ്വയംവരം എന്നുള്ള ചിത്രത്തിന് 72 ശാരദയ്ക്ക് പിന്നെയും എന്ത് ലഭിച്ചു? നാഷണൽ അവാർഡ് ലഭിച്ചു. ആദ്യത്തെ 2 തവണയും കേരളത്തിലേക്ക്, മലയാളത്തിലേക്ക് മികച്ച നടിയുടെ നാഷണൽ അവാർഡ് കൊണ്ടുവന്നത് ശാരദയായിരുന്നു. 86 മോനിഷ ഉണ്ണി, നക്ഷതങ്ങൾ എന്നുള്ള സിനിമയ്ക്ക് അവർക്ക് എന്ത് ലഭിച്ചു? ദേശീയ പുരസ്കാരം ലഭിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ അവരുടെ ആദ്യത്തെ ചിത്രമായിരുന്നു നക്ഷതങ്ങൾ. ഓക്കെ, 93 ശോഭനയ്ക്ക്, ഏത് സിനിമയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാലേ, മണിച്ചിത്രത്താഴ്. ഇന്നും നിത്യഹരിതമായിട്ടിരിക്കുന്ന സിനിമയാണ് അല്ലെ മണിച്ചിത്രത്താഴ് എന്നുള്ളത്. ആ ഒരു സിനിമയിലെ അഭിനയത്തിന് ശോഭനയ്ക്ക് 93 ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2003 മീര ജാസ്മിൻ ആയിരുന്നു മികച്ച നടിയായി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ സിനിമ ഏതായിരുന്നു? പാഠമൊന്ന് ഒരു വിലാപം. ഓക്കെ, 2016 മിന്നാമിനുങ്ങ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സുരഭി ലക്ഷ്മി ആയിരുന്നു മികച്ച നടിയായി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികളുടെ കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് മികച്ച ചിത്രങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? മലയാളത്തിൽ നിന്നും മികച്ച ചിത്രങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 65 രാമു കാര്യാട്ടിന്റെ സംവിധാനത്തിൽ വന്ന ചെമ്മീൻ ദേശീയ തലത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 72 അടൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ വന്ന സ്വയംവരം ദേശീയ തലത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.
ദെൻ 73 ഏതാണ്? MT വാസുദേവൻ നായരുടെ സംവിധാനത്തിൽ വന്ന നിർമാല്യമായിരുന്നു മികച്ച ചിത്രമായി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. 85 G അരവിന്ദന്റെ സംവിധാനത്തിൽ വന്ന ചിദംബരം എന്ന ചിത്രമായിരുന്നു മികച്ച ചിത്രം. 88 ഷാജി എൻ കരുണിന്റെ പിറവിയായിരുന്നു മികച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രത്തിനായി നേടിയത്. 95 കഥാപുരുഷൻ, അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കഥാപുരുഷൻ എന്നുള്ള ചിത്രമായിരുന്നു 95 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 99 ഷാജി എൻ കരുണിന്റെ വാനപ്രസ്ഥമായിരുന്നു മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2000 ജയരാജ് സംവിധാനം ചെയ്ത ശാന്തമാണ് മികച്ച ചിത്രമായിട്ട് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2006 പ്രിയനന്ദൻ സംവിധാനം ചെയ്ത പുലിജന്മം ദേശീയ തലത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2009 ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത കുട്ടിശ്രാങ്ക് എന്നുള്ള ചിത്രം മികച്ച ചിത്രമായി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സലീം അഹമ്മദിന്റെ സംവിധാനത്തിൽ വന്ന ആദാമിന്റെ മകൻ അബു എന്ന ചിത്രമായിരുന്നു 2010 ദേശീയ തലത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയദർശന്റെ സംവിധാനത്തിൽ വന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നുള്ള ചിത്രമാണ് 2019 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2023 പുറത്തിറങ്ങിയ ആട്ടം എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് ആനന്ദ് ഏകർഷിയാണ്. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വന്ന ആ ചിത്രമാണ് 2023 മികച്ച ചിത്രമായി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മികച്ച ചിത്രങ്ങളായിട്ട് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് നമുക്ക് നോക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മിനിറ്റ്, ബെസ്റ്റ് ഡയറക്ടർ, മികച്ച സംവിധായകനായി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അടൂർ ഗോപാലകൃഷ്ണൻ. കുറെ വട്ടമുണ്ട്, അപ്പൊ നമ്മൾ ഓരോ സംവിധായകന്മാരുടെ പേര് വെച്ച് നോക്കാം കേട്ടോ. അടൂർ ഗോപാലകൃഷ്ണൻ 72 സ്വയംവരം എന്ന ചിത്രത്തിലെ സംവിധാനത്തിനും, 84 മുഖാമുഖം എന്നുള്ള ചിത്രത്തിന്റെ സംവിധാനത്തിന്, 87 അനന്തരം എന്നുള്ള ചിത്രത്തിന്റെ സംവിധാനത്തിന്, 89 മതിലുകൾ എന്നുള്ള ചിത്രത്തിന്റെ സംവിധാനത്തിന്, 2007 4 പെണ്ണുങ്ങൾ എന്നുള്ള ചിത്രത്തിന്റെ സംവിധാനത്തിന് ഇത്രയും ചിത്രങ്ങൾക്കായിട്ട് ആർക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്? അടൂർ ഗോപാലകൃഷ്ണൻ മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ജി അരവിന്ദന് 3 വർഷം ലഭിച്ചിട്ടുണ്ട്. 77 കാഞ്ചനസീത എന്നുള്ള സിനിമയ്ക്ക്, 78 തമ്പ് എന്നുള്ള ചിത്രത്തിന്, 86 ഒരിടത്ത് എന്നുള്ള ചിത്രത്തിന്. ഈ 3 ചിത്രങ്ങൾക്കായാണ് ജി അരവിന്ദന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജയരാജന് 2 തവണ ലഭിച്ചിട്ടുണ്ട്. 97 കളിയാട്ടം എന്നുള്ള ചിത്രത്തിനും, 2017 പുറത്തിറങ്ങിയ ഭയാനകം എന്നുള്ള ചിത്രത്തിനും ജയരാജന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഷാജി എൻ കരുൺ 88 പിറവി എന്നുള്ള ചിത്രത്തിന്റെ സംവിധാനത്തിന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. TV ചന്ദ്രൻ 93 പുറത്തിറങ്ങിയ പൊന്തന്മാട എന്നുള്ള ചിത്രത്തിന്റെ സംവിധാനത്തിന് TV ചന്ദ്രന് ആ വർഷത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 98 രാജീവ് നാഥ് സംവിധാനം ചെയ്ത ജനനി എന്നുള്ള സിനിമയിലെ സംവിധാനത്തിനാണ് രാജീവ് നാഥിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകന് ലഭിച്ചത്. KR സച്ചിദാനന്ദൻ, അത് ആരാണ്? സച്ചി എന്ന് നമ്മൾ പറയുന്ന 2020 അയ്യപ്പനും കോശിയും എന്നുള്ള ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് സച്ചിക്ക് എന്ത് ലഭിച്ചത്? ദേശീയ അവാർഡ്, മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് 2025 ലഭിച്ചത് ആർക്കാണ്? സച്ചിക്കാണ്. ഓക്കെ, അത്രയുമായിരുന്നു നമുക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്തത് നോക്കാം. നീലക്കുയിൽ എന്നുള്ള സിനിമയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം അല്ലെ. നീലക്കുയിലും ഇവിടെ ചെമ്മീനും ഉണ്ട്. ഈ 2 സിനിമകളുടെ കാര്യങ്ങൾ നോക്കാം. നീലക്കുയിൽ എന്ന് പറയുന്നത് എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ സിനിമ, അതായത് പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് നീലക്കുയിൽ എന്ന് പറയുന്നത്. 1954 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. ആരൊക്കെയായിരുന്നു നീലക്കുയിൽ? അതായത് നീലക്കുയിൽ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? P ഭാസ്കരനും രാമു കാര്യാട്ടുമാണ് സംവിധാനം ചെയ്തത്. കഥ രചിച്ചത് ഉറൂബായിരുന്നു. ഓക്കെ, അപ്പൊ നീലക്കുയിൽ എന്നുള്ള സിനിമയുടെ കഥ രചിച്ചത് ഉറൂബാണ്. സംവിധാനം ചെയ്തത് P ഭാസ്കരനും രാമു കാര്യാട്ടുമാണ്. 1954 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മികച്ച ചിത്രത്തിനുള്ള, അതായത് പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രമാണ് നീലക്കുയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചെമ്മീൻ. പ്രസിഡന്റിന്റെ സ്വർണ
മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. 1956 ചെമ്മീൻ എന്നുള്ള നോവൽ ആരെഴുതുന്നത്? തകഴി എഴുതുന്നത്. 65 ഇത് അതേ പേരിൽ തന്നെ എന്തായി? സിനിമയാക്കി മാറ്റി. രാമു കാര്യാട്ടായിരുന്നു സംവിധാനം ചെയ്തത്. തിരക്കഥ രചിച്ചതാരായിരുന്നു? SL പുരം സദാനന്ദനായിരുന്നു ചെമ്മീൻ എന്ന സിനിമയുടെ തിരക്കഥ രചിച്ചത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നീലക്കുയിൽ എന്നുള്ള സിനിമയും ചെമ്മീൻ എന്നുള്ള സിനിമയും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മലയാള ചലച്ചിത്രത്തിലെ നാഴികക്കല്ലുകളായിട്ടുള്ള 2 സിനിമകളാണ് നീലക്കുയിലും ചെമ്മീനും. അതുകൊണ്ടാണ് നമ്മളത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, ഇനി ആദ്യത്തെ നാഷണൽ അവാർഡുകൾ, അതായത് മലയാളത്തിലെ ആദ്യത്തെ നാഷണൽ അവാർഡുകളൊക്കെ ഏതൊക്കെയായിരുന്നു എന്ന് നോക്കാം. ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കിട്ടിയ നാഷണൽ അവാർഡ് 1965 ചെമ്മീൻ ആയിരുന്നു ആദ്യത്തെ മലയാള സിനിമ. ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള സിനിമ. ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിച്ച സംവിധായകനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണനാണ് 1972. അപ്പൊ ഇതിന്റെ ഏതൊക്കെ സിനിമയാണ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇവിടെ ഒന്നും കൂടെ പറഞ്ഞ് വെറുതെ സമയം കളയണില്ല കേട്ടോ. മികച്ച നടനുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിച്ചത്, മലയാളത്തിന്റെ കാര്യമാണ് പറയണത്, 73 PJ ആന്റണിക്ക് നിർമാല്യം എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിന്. 68 ശാരദയാണ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് മികച്ച നായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊണ്ടുവരുന്നത്. ഓക്കെ, മികച്ച തിരക്കഥയ്ക്കുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് 67 SL പുരം സദാനന്ദനായിരുന്നു. 72 മങ്കാട് രവിവർമ്മയ്ക്കാണ് മലയാളത്തിൽ നിന്നും ആദ്യമായി ഛായാഗ്രാഹകനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത് KJ യേശുദാസ് ആണ് 1972. മികച്ച പിന്നണി ഗായികയായി ആദ്യം മലയാളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത് S ജാനകി ആയിരുന്നു. 1980 S ജാനകിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഫസ്റ്റ് മലയാളം ആക്ടർ ടു റിസീവ് എ നാഷണൽ ഫിലിം അവാർഡ്. ആദ്യമായിട്ട് ഒരു ദേശീയ അവാർഡ് ലഭിച്ച മലയാള നടൻ ആരായിരുന്നു? PJ ആന്റണിയാണ്. നിർമാല്യം എന്നുള്ള ചിത്രത്തിനായിരുന്നു PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. ദ ആക്ടർ ഹു ഹാസ് മെയ്ഡ് ഇറ്റ് ഇൻ ടു ദ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഫോർ ആക്ടിംഗ് ഇൻ ദ മോസ്റ്റ് ഫിലിംസ് ആസ് എ ലീഡ് ആക്ടർ. അതായത് നായക നടനായി ഏറ്റവും അധികം ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ലഭിച്ച മലയാള നടൻ ആരായിരുന്നു? പ്രേം നസീർ ആണ് ഏറ്റവും അധികം ചിത്രങ്ങളിൽ അഭിനയിച്ചതിനുള്ള ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള മലയാള നടൻ. മലയാളത്തിലെ ആദ്യത്തെ നടി ആരായിരുന്നു? PK റോസി. വിഗതകുമാരനിൽ അഭിനയിച്ചിട്ടുള്ള PK റോസിയാണ് മലയാളത്തിലെ ആദ്യത്തെ നായിക എന്ന് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സെല്ലുലോയിഡ് എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ നായിക അല്ലെങ്കിൽ നടി ആരായിരുന്നു? PK റോസിയാണ്. വിഗതകുമാരൻ എന്നുള്ള സിനിമയിലാണ് അവർ അഭിനയിച്ചത്. ഇനി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റുഡിയോ ആയിരുന്നു ഏത്? ആദ്യത്തെ മേജർ ഫിലിം സ്റ്റുഡിയോ ആണ് ഉദയ സ്റ്റുഡിയോ. ആലപ്പുഴയിലാണ്. 1947 കുഞ്ചാക്കോ സ്ഥാപിച്ചതാണ് ഉദയ സ്റ്റുഡിയോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ നടൻ കുഞ്ചാക്കോ ബോബന്റെ മുത്തച്ഛനായിട്ടുള്ള, എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം മുത്തച്ഛനാണ്. കുഞ്ചാക്കോ സ്ഥാപിച്ചതാണ് ആലപ്പുഴയിലുള്ള ഉദയ സ്റ്റുഡിയോ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ മേജർ ഫിലിം സ്റ്റുഡിയോ ആണ് ഉദയ. ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖയായിരുന്നു. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ. കേരള സർക്കാരിന്റെ അണ്ടറിൽ വന്ന സ്റ്റുഡിയോ ആണ് ഏത്? ചിത്രാഞ്ജലി സ്റ്റുഡിയോ. 1980 അത് നിലവിൽ വന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആണ് മെറിലാൻഡ്. ഓക്കെ, മെറിലാൻഡ് കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആണ്. മെറിലാൻഡ് സ്ഥിതി എവിടെയാണുള്ളത്? ട്രിവാൻഡ്രത്താണ് മെറിലാൻഡ് സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കേരളത്തിൽ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖയാണ്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥാപിതമായത് 1980. തിരുവനന്തപുരത്ത് തന്നെയാണ് എന്തുള്ളത്? ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മലയാള സിനിമയെ കുറിച്ച് പ്രധാനമായിട്ടും നോക്കാനുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി. മലയാളത്തിലെ ആദ്യത്തെ സിനിമ മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വന്നു. ആ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ പോയിന്റ്സുകൾ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നമ്മളത് സോൾവ് ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ,
ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്